സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ, ഓ ജീവിതത്തിൻ ശാന്തി ദൂതുമാ. യേശുവിൻ നാമം പൂജിത നാമം ഏറ്റുപാടിടാ. നന്മൊഴി ചൊല്ലാൻ നന്മകൾ ചെയ്യാൻ വേഗം പോയിടാ. യേശുവിൻ നാമം പൂജിത നാമം ഏറ്റുപാടിടാ. നന്മൊഴി ചൊല്ലാൻ നന്മകൾ ചെയ്യാൻ വേഗം പോയിടാ. സ്നേഹത്തിൻ നാഥനായി യേശുവൻ ജീവനിൽ എന്നുമെന്നും കാവലാകണേ. ഓ സ്നേഹിതന മാർഗദീപമേ. നാം ഇപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക വികാരിയായ ജിബിൻദാസ് അച്ഛന്റെ മുൻപിലാണ്. ക്രിസ്മസ് വരികയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ആഗമന കാലത്തെക്കുറിച്ച് നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ആദ്യത്തെ ഞായറാഴ്ചയാണ്. നമ്മുടെ ആഗമനകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ വളരെ മനോഹരമായി ഈ ദേവാലയത്തിൽ, സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ വളരെ ഭംഗിയായി നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ആഗമനകാലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഒരുക്കത്തിലാണല്ലേ. നമ്മുടെ ജീവിതം തന്നെ ഒരു തീർത്ഥാടനമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ആഗമനകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ സ്വീകരിക്കുവാൻ ഒരു ഒരുക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒത്തിരിയധികം നക്ഷത്രങ്ങൾ, പുൽക്കൂടുകൾ. അതുമാത്രമല്ല, നമ്മുടെ CSI ചർച്ചിൽ നിന്നും നമ്മുടെ കത്തോലിക്ക ചർച്ചിൽ നിന്നും ഒക്കെ എല്ലാ സഭകളിൽ നിന്നുള്ള നല്ല ക്രിസ്മസ് കരോൾ, നല്ല ഗാനങ്ങൾ കേൾക്കുവാൻ രാത്രി സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ തരത്തിലുള്ള ആഘോഷങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ആഗമനകാലവും അത് തുടർന്ന് വരുന്ന ക്രിസ്മസും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പുറമേയുള്ള കുറേ ഒരുക്കങ്ങൾ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ആഗമനകാലം അല്ലെങ്കിൽ ക്രിസ്മസിലോട്ട് കടന്നു പോകുമ്പോൾ നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായി ആവശ്യപ്പെടുന്നത്? കാരണം ഇത് ഈ ബാഹ്യമായ ഒരുക്കങ്ങൾക്കുപരി നമ്മുടെ ആത്മാവിന്, നമ്മുടെ ആന്തരികമായ ഒരു ഒരുക്കം വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ ആഘോഷിക്കുന്നതൊന്നും കെട്ടുകഥകളല്ല പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ആഘോഷിക്കുന്നതൊന്നും ഒരു കെട്ടുകഥകളല്ല, മറിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്, നടന്ന കാര്യങ്ങളാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ അത് നമുക്ക് വളരെ വ്യക്തമായി അത് അറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ചരിത്രകാരന്മാരൊക്കെ ഈ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാത്തിനുപരിയായി നമുക്ക് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആഘോഷിക്കുന്നതെല്ലാം അത് യാഥാർത്ഥ്യമായ റിയാലിറ്റിയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വളരെ ഭക്തിപൂർവ്വം, വിശ്വാസത്തോടെ, ആ ഒരു ഒരുക്കത്തോടു കൂടി തന്നെ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ ഉണ്ണിയേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കുവാനും ഉണ്ണീശയോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് തന്നെ നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ഈ ശ്രദ്ധ ആ യേശുവിലോട്ട് കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ അലക്സാണ്ടർ പാപ്പ പറഞ്ഞതുപോലെ 1000 പുൽക്കൂടുകളിൽ ഉണ്ണിയേശു ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണിയേശു ജനിച്ചില്ലെങ്കിൽ എന്തു അതിനുള്ള പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യേശുനാഥൻ ഒരു കുഞ്ഞായി പിറക്കുന്നത് വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ അത് നമ്മെ ഓരോരുത്തരെയും ദൈവമാക്കാനാണ്. യേശുനാഥൻ ഒരു മനുഷ്യനായി പിറക്കുന്നത് നമ്മെ ഓരോരുത്തരെയും ദൈവമാക്കാനാണ്. ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുവാനും അതിനുവേണ്ടി വചനവായനയിലൂടെയും ഒക്കെ നന്നായിട്ട് ഒരുങ്ങുവാൻ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സഭ നമുക്ക് ഈ സമയം, ഈ ആഗമനകാലം തരുന്നത്. നല്ലൊരു ഒരുക്കത്തോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായി കർത്താവിൻ്റെ ആ വചനങ്ങളൊക്കെ ധ്യാനിച്ച് നല്ല വഴിയിലൂടെ നമുക്ക് നടന്ന്
ആ പുൽക്കൂട്ടിലെത്തുവാൻ, ആ ഉണ്ണിയേശുവിനെ കാണുവാൻ, ആരാധിക്കുവാൻ ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആഗമന കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സന്ദേശം തന്ന ജിബിൻദാസ് അച്ഛന് സമന്വയ വിഷന്റെ നന്ദി. യൂദാവാക്യം ഭരിച്ചു ഇസ്രായേലിൻ രാജരാജൻ പിറന്നു. ദൈവപുത്രൻ പിറന്നു, ബേത്ലഹേമിൽ പിറന്നു. യൂദാവാക്യം ഭരിച്ചു രാജരാജൻ പിറന്നു. യേശയ്യാ മുതൽ സഖറിയാവരെ സാക്ഷ്യപ്പെടുത്തിയതോർത്തു. യേശയ്യാ മുതൽ സഖറിയാവരെ സാക്ഷ്യപ്പെടുത്തിയതോർത്തു. ലോകത്തിൻ പ്രിയപുത്രൻ കന്യകമേരിയ ലോകേശൻ ഉണ്ണി പിറന്നു. ലോകത്തിൻ പ്രിയപുത്രൻ കന്യകമേരിയ ലോകേശൻ ഉണ്ണി പിറന്നു. ദൈവപുത്രൻ പിറന്നു, ബേത്ലഹേമിൽ പിറന്നു. യൂദാവാക്യം ഭരിച്ചു ഇസ്രായേലിൻ രാജരാജൻ പിറന്നു. ലോകാധീശനം സത്പിതാവേകിയ കാരുണ്യനാളമാണീശോ. ലോകാതീതന സത്പിതാവേകിയ കാരുണ്യനാളമാണീശോ. സ്നേഹത്തിൻ ഹിമബിന്ദു മണ്ണിലേക്കേകിയ സർവേശൻ ഉണ്ണി പിറന്നു. സ്നേഹത്തിൻ ഹിമബിന്ദു മണ്ണിലേക്കേകിയ സർവേശൻ ഉണ്ണി പിറന്നു. ദൈവപുത്രൻ പിറന്നു, ബേത്ലഹേമിൽ പിറന്നു. യൂദാവാക്യം ഭരിച്ചു ഇസ്രായേലിൻ രാജരാജൻ പിറന്നു. നാം ഇപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോർജ് ദേവാലയത്തിന് മുൻപിലാണ്. ഈ ദേവാലയത്തിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയുന്നതിന് വേണ്ടി
ഈ ദേവാലയത്തിലെ വൈസ് പ്രസിഡന്റായ കുരിശുമത്ത് സാറിനോട് ചോദിച്ചറിയാം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശ്വാസ ജീവിതം ആഴമായി ബലപ്പെടുന്നതിന് മുള്ളലുവിള സെൻറ് ജോർജ് ദേവാലയം ദൈവം നമുക്ക് നൽകിയത് 1963 അതുവരെയും ജനങ്ങൾ വിശ്വാസ ജീവിതത്തെ ആശ്രയിച്ചിരുന്നത് കിളിയൂരിനെയാണ്. കിളിയൂർ അന്ന് ഉണ്ടങ്കോട് ദേവാലയത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു നല്ല സമൂഹം, ഒരു ദേവാലയത്തിന് വേണ്ട സമൂഹം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അന്നത്തെ ബെൽജിയം മിഷണറി ആയിരുന്ന ഫാദർ ബാപ്റ്റിസ്റ്റ് OCD അവർകൾ ഇവിടെ കരിങ്കലിൽ പണിത ഒരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. അതിനുശേഷം തദ്ദേശീയനായ വർഗീസ് അച്ഛൻ ഇവിടെ വികാരിയായി വരികയും അദ്ദേഹം വന്നിരുന്നത് നടന്നും സൈക്കിളിലുമാണ്. അന്നത്തെ വളരെ മോശമായ കാലാവസ്ഥയിൽ വളരെയേറെ ത്യാഗം സഹിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നത്. അദ്ദേഹത്തിന് ശേഷം എത്തിയത് ഫാദർ സിൽവേരിയൂസ് അച്ഛനാണ്. അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് നമുക്കൊരു കുരിശടി ഇവിടെ ആദ്യമായി സ്ഥാപിച്ചത്. പള്ളിയുടെ അങ്കണത്തിൽ നിന്നും 100 മീറ്റർ മാറി സെൻറ്റ് ജോസഫ് കുരിശടി, അന്ന് ഉപദേശിയായിരുന്ന ചെല്ലയ്യൻ അവറുകളാണ് അത് നൽകിയത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആദ്യമായിട്ടൊരു വികസനം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് സാധ്യമായത്. കിളിയൂരിൻ്റെയും മുള്ളലുകളുടെയും ചരിത്രം ഏതാണ്ട് സമാനമായിട്ടാണ് പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് നീറ്റാണിയച്ഛൻ കിളിയൂരിൽ ചാർജ് എടുക്കുന്നതും അദ്ദേഹമാണ് കുരിശുമലയ്ക്ക് വേണ്ടിയുള്ള വസ്തു വാങ്ങുന്നതും അവിടെ ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഇവിടെ വൈദികനായിട്ട് വന്നത് ഫാദർ ഇഗ്നേഷ്യസ് അച്ഛനാണ്. അച്ഛൻ്റെ കാലത്ത് നമ്മുടെ ഈ കിളിയൂരും അതുപോലെ സമീപ പ്രദേശങ്ങളിലെ നമ്മുടെ സബ്സ്റ്റേഷനുകളെല്ലാം ഒരുമിച്ച് കൂട്ടി കലോത്സവം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് വാശിയേറിയ മത്സരങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ സുവിശേഷ ഭാഗങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും കഥാപ്രസംഗത്തിൻ്റെയും നാടകത്തിൻ്റെയും പാട്ട്, ഡാൻസ് എന്നിവയിലൂടെ മനുഷ്യർക്ക് ആദ്യമായിട്ട് കാണിച്ച് നൽകുന്നതിൽ വിജയിച്ചത് അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ കലാപരമായ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ കലാപരമായ പ്രോത്സാഹനം നമ്മുടെ ഇടവകയ്ക്ക് വളരെയേറെ മുതൽക്കൂട്ടുണ്ടായിട്ടുണ്ട്. ആ കലോത്സവത്തിലെ വാശിയേറിയ മത്സരത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾക്കും ആ കപ്പിൽ മുത്തമിടാനുള്ള അവസരം ലഭിച്ചു. ഇന്ന് ഞങ്ങളുടെ KCYM കുട്ടികൾ, യുവാക്കൾ, യുവതികൾ ഏത് ഒരു വലിയ ഇടവകയോടും കിടപിടിക്കത്തക്ക രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആ പഴയ തലമുറയുടെ കരുത്ത്, അവരുടെ ഇച്ഛാശക്തിയും എല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അതിനുശേഷം ഇഗ്നേഷ്യസ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ കുരിശുമല കലുഷിതമാകുകയും ഏതാണ്ട് അത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കിളിയൂരിൻ്റെയും സബ്സ്റ്റേഷനുകളുടെയും യുവാക്കളുടെ കലോത്സവത്തിലൂടെ നേടിയെടുത്ത ആ ഒരു കൂട്ടായ്മ അത് നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചെന്നുള്ളതൊരു സത്യമാണ്. പിന്നീട് ചാർജ് എടുത്ത നിക്കോളാസ് അച്ഛൻ്റെ കാലത്താണ് കുരിശുമല ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും അതോടൊപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കൂടുതലായി ആളുകൾ എത്തുന്നതും. അതിനു മുമ്പാണെങ്കിൽ നമ്മുടെ ഈ കിളിയൂരിൻ്റെയും സബ്സ്റ്റേഷനുകളുടെയും ആൾക്കാർ മാത്രമായി ഒതുങ്ങിയിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറ്റമുണ്ടാകുകയും ചെയ്തു. നമ്മുടെ ഇടവകയിൽ ധാരാളം വൈദികർ ഈ കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമെന്നൊന്നും പറയുന്നില്ല, എല്ലാവരും പ്രാധാന്യമുള്ളവരാണ്. നമ്മുടെ ഫ്രാൻസിസ് അംബ്രോസ് അച്ഛൻ, ഫാദർ ജോസഫ് പാറാങ്കുഴി, സ്റ്റീഫൻ അച്ഛൻ, ജോസഫ് അച്ഛൻ, റൈമണ്ട് ജോയ് അച്ഛൻ, ഇവരുടെ എല്ലാം കാലഘട്ടം ചെറിയ കാലഘട്ടമായിരുന്നു. പക്ഷേ എങ്കിലും അവരവരുടേതായ രീതികളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളാവുകയും നമ്മുടെ സഭയുടെ വളർച്ചയിൽ അവർ നിർണായകമാവുകയും ചെയ്തു. 1997 കാലഘട്ടത്താണ് VP ജോസ് അച്ഛൻ ഇവിടെ ചാർജ് എടുക്കുന്നതും. ആ സമയത്ത് നമ്മുടെ ദേവാലയത്തിൻ്റെ സ്ഥലപരിമിതി വളരെ പരിതാപകരമായിരുന്നു.
അങ്ങനെ അദ്ദേഹം 2 വിങ്ങുകൾ വാർക്കുന്നതിന് വേണ്ടി അത് പൊളിക്കുകയും അതിൻ്റെ പണി തുടങ്ങുകയും ചെയ്തു. എന്നാൽ അത് പൂർത്തീകരിച്ചത് ഡെന്നിസ് കുമാർ അച്ഛനാണ്. അച്ഛന് ശേഷം എത്തിയത് ഫാദർ ജോയി ആർ ആൻ്റണിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമ്മുടെ കൊടിഞ്ഞമ്മല കുരിശടിക്ക് വേണ്ടിയുള്ള സ്ഥലം അദ്ദേഹത്തോടുള്ള സ്നേഹ ബഹുമാനങ്ങളുടെ ഫലമായി തങ്കരാജൻ എന്ന വ്യക്തി നൽകുകയും അത് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമ്മുടെ കോൺവെൻറ്റ് ഇവിടെ വരുന്നതും. അവരുടെ പ്രവർത്തന മണ്ഡലം കിളിയൂരാണെങ്കിലും അവരുടെ സേവനം നമുക്കും ലഭിക്കുന്നുണ്ട്. വൈദികനായി വന്ന ജോസഫ് എൻ ലച്ചനാണ് നമ്മുടെ ദേവാലയത്തിന് ഇത്രയും സ്ഥലം പോരാ, അത് വലുതാക്കണമെന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ നീളവും വീതിയും കൂട്ടുന്നതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാണുന്ന ദേവാലയത്തിൻ്റെ ഫ്രണ്ടിലെ കുഴികളെല്ലാം യൂണിറ്റ് തലത്തിൽ സ്ത്രീകളും ചെറിയ ആൾക്കാരും എല്ലാമായിട്ട് ചേർന്നാണത് നിർമ്മിച്ചത്. അത് വളരെയേറെ ഹൃദ്യമായൊരു അനുഭവമായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരും ചെയ്തതെന്ന് എനിക്കിന്നും ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം വന്ന ജോസ് വയലിൻ അച്ഛൻ്റെ കാലത്ത് പള്ളിയുടെ പണികൾ അധികം നീണ്ടുപോയില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ ഇടവകയ്ക്ക് ഒരു സെമിത്തേരി നിർമ്മിക്കുന്നതിന് വേണ്ടി 30 സെൻറ്റ് ഭൂമി അദ്ദേഹം ഈ ഇടവകയ്ക്ക് സ്വന്തമാക്കി തന്നു. അതിനുശേഷം വന്ന ഹെൻറി സെബാസ്റ്റ്യൻ അച്ഛനാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇന്ന് കാണുന്ന ഈ മനോഹര ദേവാലയം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ കമ്മിറ്റിയുടെയും എല്ലാ ജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായത്താലാണ് ഈ ദേവാലയം ഇത്രയും മനോഹരമായി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിന് ഞങ്ങൾ ആദ്യമേ ഈശ്വരനോട് നന്ദി പറയുന്നു. കാരണം 11-12 വർഷത്തോളം ഞങ്ങൾ ഈ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ പൊടിയും മണ്ണും അതുപോലെ തന്നെ ചെളിയുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിനൊരു മാറ്റം ഞങ്ങൾക്ക് ലഭിച്ചു. 2011 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അഭിവന്യ വിൻസെൻ്റ് സാമുവൽ പിതാവാണ് ഞങ്ങളുടെ ഈ ദേവാലയം ആശീർവദിച്ച് ഞങ്ങൾക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്താസത്തിൻ്റെയൊക്കെ അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനയും അവരുടെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ആ സമയത്ത് ലഭിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കൂടെയാണ് ഞങ്ങൾക്ക് ഈ ദേവാലയം ഇത്രയും മനോഹരമായിട്ട് പണിയാനും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഹെൻറി സെബാസ്റ്റ്യൻ അച്ഛനാണ്. കാരണം അദ്ദേഹമാണ് അത് ഇത്രയും മനോഹരമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. അതിനുശേഷം സജി തോമസ് അച്ഛൻ കിളിയൂരിൽ ചാർജ് എടുത്തു. അദ്ദേഹത്തിന് ശേഷം വന്ന സിറിൽ ഹാരിസ് അച്ഛനാണ് നമ്മുടെ ഇവിടെ ഒരു സ്വതന്ത്ര ഇടവകയായി മാറുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്നും ജനങ്ങളിലെ നന്മ അദ്ദേഹം മനസ്സിലാക്കുകയും നമുക്ക് വേണ്ടി ഒരു പള്ളിമേട അദ്ദേഹം പണിയുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് പള്ളി പൂർത്തിയാകുന്നതിന് മുമ്പ് മോൺസിഞ്ഞോർ ക്രിസ്താസ് അച്ഛൻ ഞങ്ങളെ സമീപിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈദികനെ ഞങ്ങൾ തരാം. പക്ഷേ ഞങ്ങളന്ന് അച്ഛനോട് ഇങ്ങനെ വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടു, ദേവാലയം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം മതി, അങ്ങനെ ആകുമ്പോഴത് നന്നായിരിക്കുമെന്നുള്ള ഒരു ആശയം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചു. ഏതായാലും ദേവാലയം പൂർത്തിയാകുകയും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സിറിൽ ഹാരിസ് അച്ഛനാണ്. അതിനുശേഷം ഗ്രിഗറി അച്ഛൻ ഇവിടെ എത്തി. ഗ്രിഗറി അച്ഛൻ ടെമ്പററി ആയിട്ടാണ് വന്നത്. പക്ഷേ എങ്കിലും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം എല്ലാ വീടുകളും സന്ദർശിക്കുകയും എല്ലാ BCC യൂണിറ്റുകളും കൊറോണ കാലത്തിൻ്റെ ആ മടുപ്പിൽ നിന്ന് അദ്ദേഹം സജീവമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മുൻ വികാരിയായിരുന്ന ഇഗ്നേഷ്യസ് അച്ഛൻ വീണ്ടും ഞങ്ങളുടെ ഇടവകയിൽ വൈദികനായിട്ട് എത്തിയത്. ഒരു ഇടവകയ്ക്ക് സ്വതന്ത്രമായി ഒരു വൈദികനെ ലഭിക്കുമ്പോൾ എത്രമാത്രം അനുഗ്രഹമാണെന്ന് ലഭിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹത്തിലൂടെയാണ്. അച്ഛൻ വരുന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ പള്ളിയുടെ മുൻവശത്തെ ആർച്ച് സ്ഥാപിക്കുന്നതും പുതിയ ഗേറ്റ്, അതോടൊപ്പം തന്നെ ശ്രീ ലിറ്റിൽ വിൻസിൻ്റെ സ്പോൺസർഷിപ്പിൽ സെയിൻറ്റ് ആൻ്റണിയുടെ കുരിശടി സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ നിർമ്മിച്ച ജീർണാവസ്ഥയിൽ നിലനിന്ന ആർക്കും അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്ന നഴ്സറി ഹാൾ അദ്ദേഹം പുതുക്കി പണിയുകയും അതിൻ്റെ തറയുടെ ജോലികളെല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ
ശ്രീ ആൽബർട്ടിൻ്റെ സഹായത്താൽ പള്ളിയുടെ സീലിംഗ് മാറ്റി സ്ഥാപിക്കുകയും പള്ളിയെ മനോഹരമാക്കി തീർക്കുകയും ചെയ്തു. അച്ഛൻ്റെ കാലത്താണ് ശ്രീ ക്രിസ്തുദാസിൻ്റെ മേൽനോട്ടത്തിൽ കൊടിഞ്ഞമൂല കുരിശടി നവീകരിക്കുകയും ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ കുരിശടി അവിടെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ധാരാളം വിശ്വാസികൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്യുന്നു. നാനാജാതി മതസ്ഥർ ആ കുരിശടിയെ ഇന്ന് ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ കാലം ഞങ്ങളുടെ ഇടവകയുടെ ഒരു സുവർണ കാലഘട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതുവരെയും വെറും ഒരു പള്ളി മാത്രമായി സ്ഥിതി ചെയ്ത ഈ ദേവാലയം വളരെ മനോഹരമായി തീർക്കുന്ന അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. ആ സമയത്ത് ആരോഗ്യ കാരണങ്ങളാൽ അച്ഛന് തുടരാൻ സാധിക്കാതെ വരികയും അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു. ആ സമയം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് കൊച്ചു ക്രിസ്തുദാസ് എന്നറിയപ്പെടുന്ന ക്ലിയറിലെ ഇടവ വികാരിയാണ്. അദ്ദേഹം ഞങ്ങളെ വളരെയേറെ സ്നേഹിച്ചു, ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകി. അദ്ദേഹം ഒരിക്കൽ അൾത്താരിൽ നിന്ന് പറഞ്ഞതാണ്, മുള്ളലുവിളയിൽ വരുമ്പോഴേക്ക് എനിക്ക് അനുഭവപ്പെടുന്നത് എൻ്റെ സ്വന്തം കുടുംബത്തിലേക്ക് കയറിപ്പോകുന്നൊരനുഭവമാണ്. ജീവിതത്തിൽ അദ്ദേഹം വളരെ സന്തോഷത്തോട് പറഞ്ഞൊരു വാക്യമാണ്. അത് ഞങ്ങൾക്കുള്ള ഒരു നല്ല സർട്ടിഫിക്കറ്റാണ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ വളരെയേറെ വളർത്തി. ഞങ്ങൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു വൈദികനെ ലഭിച്ചു, പ്രബിനച്ചൻ. അതോടൊപ്പം തന്നെ ബിബിൻ ഡീക്കൻ പട്ടം സ്വീകരിച്ച് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ദേവാലയത്തെ ദൈവം അതിയായി സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം തുടക്കം മുതൽ ഏതാണ്ട് 22 അച്ഛന്മാരാണ് ഈ ദേവാലയത്തിൽ സേവനമനുസരിച്ച് കടന്നുപോയത്. അതിൽ അവസാനത്തെ ആൾ ഇപ്പോൾ നിലനിൽക്കുന്ന വ്ളാത്താങ്കര സ്വദേശിയായ ശ്രീ ജിബിൻ ദാസ് അച്ഛനാണ്. അച്ഛൻ ഇവിടെ എത്തിയതിന് ശേഷം വളരെയേറെ മാറ്റങ്ങൾ ഞങ്ങളുടെ ഇടവകയ്ക്ക് സംഭവിച്ചു. നേരത്തെ ഇഗ്നേഷ്യസിന് വന്നപ്പോഴേക്ക് ജനങ്ങളുടെ ഇടയിൽ കുറച്ച് വേദനകളുണ്ടായിരുന്നു. ഒരു പ്രായമേറിയൊരു വൈദികനാണ് വരുന്നതെന്നുള്ള ഒരു സങ്കടം പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം എത്തിയ ജിബിൻ ദാസ് അച്ഛൻ യുവാവാണ്, വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന അച്ഛനാണ്. വൈദിക ജീവിതത്തിൻ്റെ പാവനതയും പവിത്രതയും സദാസമയവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളെ. അതോടൊപ്പം തന്നെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം വളരെ വലുതാണ്. അദ്ദേഹം എത്തിയ പാടെ തന്നെ പള്ളിയുടെ ചുറ്റുമതിൽ അദ്ദേഹം നിർമ്മിച്ചു പള്ളിയെ മനോഹരമാക്കി തീർത്തു. കാരണം അതുവരെയും ഞങ്ങളുടെ മക്കൾക്ക് സുരക്ഷിതമായി ഇതിന് ഉള്ളിൽ സദാസമയവും അവർക്ക് വന്ന് അവരുടെ പാട്ട് പാടാനോ അതുപോലെ തന്നെ പാട്ടുപാടുന്ന സമയങ്ങളിലും അതുപോലെ സൺഡേ സ്കൂളിലൊക്കെ അവർക്ക് ബന്ധപ്പാടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം പരിഹാരമായിട്ട് അദ്ദേഹം ഇത് പൂർണ്ണമായിട്ടും മനോഹരമാക്കി മാറ്റി. അതോടൊപ്പം തന്നെ ബാക്കിയുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം അദ്ദേഹം ഇൻ്റർലോക്ക് ചെയ്തു. പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയായ പെയിൻറ്റിങ് അദ്ദേഹം അത് ശിരസ ഏറ്റെടുക്കുകയും വലിയൊരു തുക ചിലവഴിച്ച് അത് മനോഹരമാക്കി തീർക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, എൻ്റെ ഈ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇതിലൊരുപാട് പിഴവുകളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ഞങ്ങളുടെ ഇടവക ജീവിതത്തിൽ ഞങ്ങൾക്ക് എൻ്റെ ഓർമ്മയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരു നന്ദി പറയുന്നത് പോലെ ഞാനിത് നിങ്ങളോട് പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന് സെന്റ് ജോർജ് ദേവാലയത്തിലെ ചരിത്രം പങ്കുവച്ച ഇവിടുത്തെ വൈസ് പ്രസിഡന്റായ കുരിശുമുത്ത് സാറിന് സമന്വയ വിഷന്റെ നന്ദി. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി.
ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനമാനവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടി തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. വാനം തിളങ്ങി നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു
രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികൾ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സെന്റ് ജോർജ് ദേവാലയത്തിലെ KCYM പ്രസിഡന്റായ അച്ചുദാസ് ആണ്. സെന്റ് ജോർജ് ദേവാലയത്തിനു വേണ്ടിയും KCYM വേണ്ടി അച്ചുദാസ് ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും ദേവാലയത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. 2023-24 വർഷത്തിൽ ഏകദേശം 100ഓളം യുവജനങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരു KCYM സമിതിയാണ് നമ്മുടെ സെന്റ് ജോർജ് ദേവാലയം മുള്ളലുള്ള. കഴിഞ്ഞുപോയ എക്സിക്യൂട്ടീവ് സമിതികളുടെയും പ്രസിഡന്റുമാരുടെയും അക്ഷീണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്നും സജീവമായി നിലനിൽക്കുന്ന ഒരു KCYM യൂണിറ്റാണ് നമ്മുടെ ഇടവകയ്ക്കുള്ളത്. ഉണ്ടങ്കോട് ഫറോന തലത്തിലും നെയ്യാറ്റിൻകര രൂപതാ തലത്തിലും കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും സജീവമായി പങ്കെടുത്തു വരുന്ന ഒരു KCYM യൂണിറ്റാണ് നമ്മുടേത്. അരങ്ങ് 2K24 എന്ന നാമത്തിൽ നടത്തിയ കലാമത്സരങ്ങളിൽ ഓവറോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അതുപോലെ നെയ്യാറ്റിൻകര രൂപതാ തലത്തിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുക്കുവാനും സംസ്ഥാനതല കലോത്സവത്തിൽ അർഹത നേടുന്നതിനും ഞങ്ങളുടെ യുവജനങ്ങൾക്ക് സാധിച്ചു. 2022-2023 വർഷങ്ങളിൽ KCYM സമിതിയുടെ നേതൃത്വത്തിൽ മരക്കുരിശും ചുമന്ന് ഇടവക ജനങ്ങളുടെ സഹകരണത്തോടുകൂടി കുരിശുമലയിൽ പദയാത്ര നടത്തുകയും 5ാം കുരിശിൽ അത് സ്ഥാപിക്കുകയും ചെയ്തു. സ്ട്രൈക്കർ 2K24 എന്ന നാമധേയത്തിൽ ഉണ്ടങ്കോട് ഫറോന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു. നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന യുവതി യുവാക്കളുടെയും നമ്മുടെ ഇടവക വികാരി ജിബിൻദാസ് അച്ഛൻ്റെയും സഹകരണത്തോടുകൂടി നമ്മുടെ KCYM യൂണിറ്റിലെ യുവാക്കളും യുവതികളും അതിമനോഹരമായി പ്രവർത്തിച്ചു വരുന്നു. ഇത് ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന് അവരുടെ KCYM പ്രവർത്തനങ്ങൾ പങ്കുവച്ച KCYM പ്രസിഡന്റായ അച്ചുദാസിന് സമന്വയ വിഷന്റെ നന്ദി.
ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങുറങ്ങ് നീലനിലാവല് നീളുന്ന ശാരോ താഴ്വര തന്നിലെ പനിനീർപ്പൂവേ നീലനിലാവല് നീളുന്ന ശാരോ താഴ്വര തന്നിലെ പനിനീർപ്പൂവേ തേൻ തുളുമ്പും ഇതളുകളാ നാദന ചെയ്യൊരുക്കൂ തേൻ തുളുമ്പും ഇതളുകളാ നാദന ചെയ്യൊരുക്കൂ കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാഖമാരേ നാം ഇപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോർജ് ദേവാലയത്തിലെ മതബോധന ഹെച്ചമായ ജിനുസാറിന്റെ മുൻപിലാണ്. മതബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജിനുസാർ. നമുക്ക് വിശദമായി ജിനുസാറിനോട് ചോദിച്ചറിയാം മതബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച്. നെയ്യാറ്റിൻകര രൂപതയിൽ ഉണ്ടങ്കോട് ഫറോനയിൽ പെടുന്ന ഒരു ദേവാലയമാണ് മുളയിലുള്ള സെൻറ്റ് ജോർജ് ദേവാലയം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ വിശ്വാസ പരിശീലനം നൽകി അവരെ മുന്നോട്ട് നയിക്കുകയാണ് മതബോധനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മുടെ മതബോധന യൂണിറ്റിൽ നഴ്സറി മുതൽ ഡിഗ്രി വരെയും PG പേരൻസ് ക്ലാസ്സും നിലവിലുണ്ട്. 220 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ 25 അധ്യാപകരും നിസ്സീമമായി സേവനം ചെയ്യുന്നുണ്ട്. വളരെ നല്ല പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ഉള്ള പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ഈ വർഷം നമ്മൾ പ്രവേശനോത്സവത്തോടുകൂടെ മതബോധനം ആരംഭിച്ചു. മതബോധനത്തിലെ കുട്ടികൾക്ക് രജിസ്ട്രേഷൻ രൂപത നിർദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാവരെയും രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്ക് നല്ല ക്ലാസ്സുകളും സെമിനാറുകളും മറ്റുള്ള ആക്ടിവിറ്റികളും നൽകി വരുന്നു. സാഹിത്യ സമാജം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 4 ഗ്രൂപ്പുകളായി തിരിച്ച് ഒത്തിരിയധികം ആക്ടിവിറ്റികളും ഗ്രൂപ്പ് പ്രോഗ്രാമുകളും സാഹിത്യ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നു. ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും നല്ല വ്യക്തിത്വമുള്ള കുട്ടികളായും വിദ്യാർത്ഥികളായി വളർന്നു വരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് മതബോധനത്തിലൂടെ നടന്നു വരിക. ലീഡേഴ്സിന് നേതൃത്വ പരിശീലന ക്ലാസ് നൽകി. അതോടൊപ്പം നമ്മൾ ഈ വർഷം സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത കണക്കിലെടുത്തുകൊണ്ട് കുട്ടികൾ ലഹരി വിരുദ്ധ സദസ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. വചനത്തിൽ ജീവിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ വചനകുടം വളരെ ഭംഗിയായി നടന്നു വരുന്നു. എല്ലാ ആഴ്ചയും ഓരോ വചനം കുട്ടികൾ പഠിക്കുകയും അതോടൊപ്പം പങ്കെടുക്കുന്ന ഏകദേശം കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകുന്ന രീതിയിലാണ് വചനകുടം ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ അസംബ്ലിയിൽ രാവിലെ 7 മണിക്കാണ് ദിവ്യബലി ആരംഭിക്കുക. 8 മണിയോടുകൂടെ 8:30 ദിവ്യബലി സമാപിക്കുകയും 15 മിനിറ്റ് അസംബ്ലിയും തുടർന്ന് മതബോധന ക്ലാസ്സുകളാണ്. ഏകദേശം 1.25-1.5 മണിക്കൂർ മതബോധന ക്ലാസ്സുകളാണ് നടക്കുക. ഈ അസംബ്ലിയിൽ വെച്ച് തന്നെ കുട്ടികൾ വിശുദ്ധരെ പരിചയപ്പെടുത്തുന്നു. പ്രാർത്ഥനാഗാനം ആലപിച്ചുകൊണ്ട് അസംബ്ലി ആരംഭിക്കുകയും അതോടൊപ്പം 1 മണിക്കൂറിലധികം കുട്ടികൾക്ക് ക്ലാസ്സിനായി സമയം കിട്ടുന്നുണ്ട്. ഈ സമയം
ഈ പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണ് മതഭവനത്തിൽ ക്ലാസ് എടുക്കുന്നത്. അവർ തങ്ങളുടെ വിശ്വാസം കൃത്യമായി കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിൽ ഏറ്റവും താല്പര്യം കാണിച്ചു വരുന്നുണ്ട്. ലോഗോസ് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾ നന്നായി ലോഗോസ് ക്വിസ് വചനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ വചനോത്സവ ലക്കി എന്നുള്ള ഒരു പ്രോഗ്രാം എല്ലാ വർഷവും ചെയ്തു വരാറുണ്ട്. ഈ വർഷവും വചനോത്സവ ലക്കി 13 ഘട്ടങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാ ആഴ്ചയും ഏകദേശം 10 പേർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. തിരഞ്ഞെടുക്കുന്നവർക്ക് ലാസ്റ്റ് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും കൊടുക്കുന്നു. അങ്ങനെ ലോഗോസ് ക്വിസിന് കുട്ടികൾ വചനം പഠിക്കുന്നത് എളുപ്പമായി തീരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ക്ലാസ് ബേസ് ചെയ്ത് വിഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് നഴ്സറി ക്ലാസ്സിന് പ്രത്യേകിച്ച് ജീസസ് ഈസ് മൈ ഹീറോ എന്നുള്ള ഒരു സെമിനാർ, അടുത്ത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ജീസസ് ഈസ് മൈ സേവ്യർ തുടങ്ങി ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കൊടുത്തുകൊണ്ട് 5-6 വിഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് ഇവർക്ക് 2 മാസത്തിലൊരിക്കൽ ക്ലാസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കുറേയധികം സെമിനാറിലൂടെ വചനങ്ങൾ പഠിക്കുവാനും കൂടുതൽ ഈശോയിലായിട്ട് അടുക്കുന്നതിനും സാധിക്കുന്നു. ദിവ്യാരണ്യ ആരാധന, ധ്യാനം ഇവയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾ ഒത്തിരിയധികം അവരുടെ വിശ്വാസ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ ഒത്തിരിയധികം പ്രശ്നസങ്കീർണമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്ത് ഇതിൽ നിന്ന് മാറി ഒരു നന്മയിലൂടെ നല്ല നേരായ വഴിയിലൂടെ കുട്ടികളെ വിശ്വാസപരമായി കൈപിടിച്ചുയർത്തുന്ന ഒരു മാർഗത്തിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി അവരെ പരിശുദ്ധാരൂപിയിൽ നിറച്ചുകൊണ്ട് പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആധ്യാത്മികയിൽ ജീവിക്കുന്ന ഒരു നല്ല വിദ്യാർത്ഥികളായി വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് മതഭവനത്തിലൂടെ നടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ആഗമനകാലം അടുത്തിരിക്കുകയാണ്. ഈ ക്രിസ്മസ് കാലത്ത് കുട്ടികൾക്ക് ഒത്തിരിയധികം മത്സരങ്ങളും ഒത്തിരിയധികം പ്രോഗ്രാമുകൾ നടത്തുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ അഗതി മന്ദിരം സന്ദർശിക്കുന്നുണ്ട്, കാരുണ്യത്തിൻ്റെ കൈത്താങ് എന്ന പേരിൽ. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു ഉണ്ണീശോയ്ക്ക് സ്വന്തം എന്നുള്ള പുസ്തകം നൽകി കുട്ടികൾ ഉണ്ണീശോടൊപ്പം അവർക്ക് ഉണ്ണീശോയ്ക്ക് വേണ്ടി കത്തെഴുതുന്നുണ്ട് വരുന്ന ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് അവർ ക്രിസ്മസ് കാർഡ് തയ്യാറാക്കുന്നു. ഇങ്ങനെ ഒത്തിരിയധികം പ്രോഗ്രാമുകൾ കുട്ടികൾ ഈ ക്രിസ്മസ് കാലത്തും ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് കലാപരമായ കഴിവ് വർദ്ധിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഒത്തിരിയധികം പ്രോഗ്രാമുകൾ അങ്ങനെ നടത്തുന്നുണ്ട്. അടുത്ത് കായികപരമായി സ്പോർട്സ് തലത്തിൽ കുട്ടികൾ സ്പോർട്സ് നടത്തുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് വരും VFF തുടങ്ങി സെമിനാറുകൾ പല ക്ലാസ്സുകൾ ഒക്കെ നൽകി കുട്ടികളെ വിശ്വാസപരമായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം നൽകുകയാണ് ഈ മതഭവനത്തിലൂടെ. വിശ്വാസമാണ് ഇന്ന് ജീവിതത്തിൽ കുട്ടികൾക്ക് ആവശ്യം വേണ്ടത്. കത്തോലിക്ക വിശ്വാസം വളർത്തിയെടുത്തുകൊണ്ട് വളർന്നു വരുവാൻ ഈ മതഭവനത്തിലൂടെ കുട്ടികൾക്ക് സാധിക്കുന്നു. നമുക്കറിയാം നമ്മുടെ പുറകിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ടീനേജ് കുട്ടികൾക്കുള്ള ക്ലാസ്സുകളൊക്കെ നൽകി അതോടൊപ്പം ഒത്തിരിയധികം ബൈബിൾ പരമായിട്ടും അതോടൊപ്പം സാമൂഹികപരമായിട്ട് കുട്ടികൾ വളർന്നു വരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് മതഭവനത്തിലൂടെ നടന്നു വരുന്നത്. താങ്ക് യു. ഇത്രയും നേരം നമ്മുടെ കൂടെ സഹകരിച്ച സെന്റ് ജോർജ് ദേവാലയത്തിലെ മതബോധന HMന് സമന്യ വിഷയന്റെ പേരിലുള്ള നന്ദി.
സന്തോഷം വന്നെത്തി മണ്ണിൽ എല്ലാവർക്കും ആനന്ദം മണ്ണിൽ എല്ലാവർക്കും ആനന്ദം സ്വർഗത്തിൽ സന്തോഷം വന്നെത്തി മണ്ണിൽ എല്ലാവർക്കും ആനന്ദം മണ്ണിൽ എല്ലാവർക്കും ആനന്ദം ദൈവത്തെ ആരാധിക്കാം ആഹാ ദൈവത്തെ ആരാധിക്കാം മംഗളങ്ങൾ ആഹാ മംഗളങ്ങൾ ക്രിസ്തുമസിൻ മംഗളങ്ങൾ 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 രാജാക്കന്മാരും ആട്ടിടയന്മാരും വന്നു ചേർന്നു പുണ്യരാത്രിയിൽ ബാലാകവൃന്ദവും മാലാഖരും ഒന്നു ചേർന്ന് പാടി ഹല്ലേലൂയ രാജാക്കന്മാരും ആട്ടിടയന്മാരും വന്നു ചേർന്നു പുണ്യരാത്രിയിൽ ബാലാകവൃന്ദവും മാലാഖരും ഒന്നു ചേർന്ന് പാടി ഹല്ലേലൂയ സംഗീതം തിരുവചനമകലരും സമയം മംഗളങ്ങൾ ആഹാ മംഗളങ്ങൾ ക്രിസ്തുമസിൻ മംഗളങ്ങൾ മംഗളങ്ങൾ ആഹാ മംഗളങ്ങൾ ക്രിസ്തുമസിൻ മംഗളങ്ങൾ Don't want a lot for Christmas. There is just one thing I need. I don't care about the presents underneath the Christmas tree. I just want you for my own, more than you could ever know. Make my wish come